ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കുന്നത് ഓമയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഒരു ഓമയ്ക്ക തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം അരിഞ്ഞെടുക്കാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. അതിനുശേഷം അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത് അത് മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് വേവാൻ വേണ്ടി അടച്ചു വെക്കുക. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു പിടി തേങ്ങയാണ്. ഒരു പിടി തേങ്ങയും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അത് നമുക്ക് ഈ വെന്ത ഓമയ്ക്കയിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം പാത്രം തുറന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഓമയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.